ഭൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമഃ. ഹരേ രാമ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് രാമായണം യുദ്ധകാന്ഡത്തിലെ 27ാം ദിവസത്തെ വിവരണം നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരുന്നത് വിഭീഷണനെ ശ്രീരാമചന്ദ്രൻ രാജാവായി അഭിഷേകം ചെയ്യുന്നു. എൻ്റെ നാമമുള്ള കാലത്തോളവും ഈ പ്രപഞ്ചമുള്ള കാലത്തോളവും എന്നേക്കും ചിരഞ്ജീവിയായി ലങ്കാരാജ്യം ഭരിച്ച് കീർത്തിമാനായി വാഴുക എന്ന അനുഗ്രഹവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്നത് ശുകബന്ധനമാണ്. ശുകൻ എന്ന ഒരു മായാവിയായ അസുരനെ രാവണൻ ഒരു സന്ദേശവാഹകനായി സുഗ്രീവന്റെ അരികിലേക്ക് വിടുകയാണ്. സുഗ്രീവനോട് ശുകൻ അവർ സംഗമിച്ചിരിക്കുന്ന സ്ഥലത്തിന് ആകാശമാർഗത്തിൽ അതിന് മുകളിൽ വന്നു നിന്ന് അവർ കൂടിയിരിക്കുന്നതിൻ്റെ മുകളിൽ വന്നു നിന്ന് ശുകൻ ഇങ്ങനെ പറയുകയാണ്, രാവണനും കിഷ്കിന്ധയിലെ ബാലിയും തമ്മിൽ സഖ്യത്തിലായിരുന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ കിഷ്കിന്ധ രാജ്യവും രാവണന്റെ ലങ്കയും തമ്മിൽ യാതൊരു ശത്രുതയുമുള്ള രാജ്യമല്ല, നമ്മൾ സഖ്യം ചെയ്തവരല്ലേ. പിന്നെ ഒരു മനുഷ്യനായ ശ്രീരാമന്റെ ഭാര്യയെ വീണ്ടെടുക്കുവാൻ വേണ്ടി കിഷ്കിന്ധയിലെ രാജാവായ സുഗ്രീവന് എന്താണ് കാര്യം? സുഗ്രീവൻ തൻ്റെ വാനരസേനയുമായി ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറി കിഷ്കിന്ധയിലേക്ക് പോവുക എന്നുള്ള സന്ദേശമാണ് കൊടുത്തുവിടുന്നത് ശുകന്റെ കയ്യിൽ. അപ്പോൾ ശുകനോടൊപ്പം തന്നെ മറ്റൊരു മായാവിയായ രാക്ഷസിനെയും രാവണൻ പറഞ്ഞു വിടുന്നുണ്ട്. അയാൾ മായാവിയായി മറഞ്ഞു നിന്നുകൊണ്ട് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അത് ശാർദൂലൻ എന്ന മറ്റൊരു രാക്ഷസനായിരുന്നു. അപ്പോൾ ശുകൻ വന്ന് ഈ വൃത്താന്തം പറഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് സുഗ്രീവൻ പറയുന്നു, ശ്രീരാമചന്ദ്രന്റെ ഭാര്യയായ സീതാദേവിയെ ആരും ഇല്ലാത്ത നേരത്ത് തട്ടിക്കൊണ്ടുപോയ രാവണ രാക്ഷസനെ കൊല്ലുകയും സീതാദേവിയെ വീണ്ടെടുക്കുകയും രാവണ വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുവാനും ഞാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെന്നുള്ള സന്ദേശമാണ് ഇതിന് മറുപടിയായിട്ട് നീ ചെന്ന് പറയേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം വാനരന്മാർ ഈ അന്തരീക്ഷചാരിയായ മായാവിയായ ശുകനെ താഴേക്ക് പിടിച്ച് ഇടുന്നു. അങ്ങനെ ബന്ധനസ്ഥനായിട്ട് ശുകൻ കിടക്കുമ്പോൾ ധാരാളം ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടെ കിടന്ന് ഈ ശുകൻ നിലവിളിച്ച് കരയുകയാണ്, അല്ലയോ ശ്രീരാമചന്ദ്ര പ്രഭു, എന്നെ രക്ഷിക്കണമേ, അടിയൻ ദൂതനായി വന്ന അടിയനെ ഉപദ്രവിക്കുന്നു ഈ വാനര സംഘങ്ങൾ, അടിയനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, ദൂതുമായി വന്നവനെ നിഗ്രഹിക്കുന്നത് ധർമ്മമല്ല, ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് അവനെ ഇങ്ങ് കൊണ്ടുവരൂ, അവനെ ഉപദ്രവിക്കാതെ ഇവിടെ കെട്ടിയിടൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു. അപ്പോൾ സുഗ്രീവൻ തൻ്റെ മറുപടി പറഞ്ഞ് എങ്കിൽ ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, നീ ഇപ്പോൾ പോകണ്ട, നിനക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ ലങ്കയിലേക്ക് എത്തുമ്പോൾ നിന്നെ അഴിച്ചുവിടാം, അതുവരെ നീ ഇവിടെ ബന്ധനസ്ഥനായി കിടക്കൂ എന്ന്. അങ്ങനെ ശുകനെ അവിടെ ഇടുമ്പോൾ ധാരാളം വാനരന്മാർ ശുകനെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ മുഖം മതി കീറുകയും കണ്ണിൽ മണ്ണ് വാരിയിടുകയും മുടിപിച്ച് ചിന്തുകയൊക്കെ ചെയ്തു അങ്ങനെ ഉപദ്രവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശുകൻ തിരിച്ചു ചെന്നില്ല. അപ്പോൾ ഇത്രയും വലിയ സമുദ്രം, 100 യോജനയുള്ള സമുദ്രം താണ്ടിക്കടന്ന് മറുകര എത്തിയാൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാനര സൈന്യവും കിഷ്കിന്ധാധിപതിയായ സുഗ്രീവനും കൂടി രാക്ഷസ സൈന്യത്തെ നിശേഷം നിഗ്രഹിക്കാൻ ഉള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് സുഗ്രീവൻ പറഞ്ഞു. പക്ഷേ ഈ ഇത്രയും വലിയ മൃഗങ്ങളും മുതലയും അതുപോലെയൊക്കെയുള്ള വന്യജീവികളൊക്കെ വസിക്കുന്ന ഘോരമായ ഈ
സാഗരം കടന്ന് അപ്പുറത്ത് ചെല്ലുന്നതാണ് നമുക്കൊരു വിഷയം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വിഭീഷണനും സുഗ്രീവനും ജാമ്പവാനും നീലനും നളനും എല്ലാവരും അടങ്ങുന്ന സംഘത്തോട് രാമചന്ദ്രൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ നമ്മൾ ഈ സമുദ്രം കടന്ന് അപ്പുറത്തെത്തും എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, വരുണദേവനെ നമുക്ക് പ്രാർത്ഥിക്കാം, സമുദ്രത്തിൻ്റെ ദേവനാണല്ലോ വരുണൻ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ അത് ഉചിതമായി ആയിട്ട് തോന്നുകയും അദ്ദേഹം വരുണ ഭഗവാനെ പ്രാർത്ഥിക്കുവാനായി 3 ദിവസം ഉപവാസത്തോടുകൂടി അവിടെ ആ സമുദ്രതീരത്ത് പ്രാർത്ഥനയിൽ മുഴുകി, നിഹാരാദികളില്ലാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 3-ാം ദിവസമായിട്ടും വരുണന് യാതൊരു ചലനവുമില്ല, സമുദ്രത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് കണ്ടുകൊണ്ട് കോപാന്ധനായ ശ്രീരാമചന്ദ്രൻ അനുജനായ ലക്ഷ്മണനോട് പറയുന്നു, അനുജ എൻ്റെ കോദണ്ഡവിഞ്ഞെടുക്കൂ, അതിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്ത് ഈ സമുദ്രത്തെ ഇല്ലായ്മ ചെയ്യട്ടെ. എൻ്റെ പൂർവ്വപിതാവായ സഗര മഹാരാജാവ് സാഗരത്തിൻ്റെ അതിരുകൾ വർദ്ധിപ്പിച്ച് അതിൻ്റെ ഖ്യാതി ലോകത്ത് വർദ്ധിപ്പിച്ചതാണ്. എന്നാൽ ഞാനാകട്ടെ അതിനെ ഇന്നൊരു തരിശു ഭൂമിയായി അഗ്നിക്കിരയാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉഗ്രകോപത്തോടുകൂടി വില്ല് വലിച്ചു കെട്ടി ഞാൻ മുറുക്കി അമ്പെയ്യുവാൻ ആരംഭിക്കുന്നു ശരം. അപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ അല്പം അലംഭാവം കാണിച്ചതിൽ എന്നോട് പൊറുക്കണമേ, അങ്ങയുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ദേവകാര്യാർത്ഥമായിട്ടാണ് ഞാൻ ലങ്കാധിപനായ രാവണനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ലങ്കയിലേക്ക് പോകുന്നത്. അത് എല്ലാ ദേവന്മാരുടെയും ഭൂമിയുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന് ദേവന്മാരെല്ലാം എന്നോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, സമുദ്രം അങ്ങുവരെയും പോകുമ്പോൾ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തൂടെ ജലത്തെ 2 ഭാഗത്താക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ഭൂമിക്കും പ്രകൃതിക്കും ദുരന്തമുണ്ടാകും. അതുകൊണ്ട് സമുദ്രത്തിലൂടെ ഒരു സേതു നിർമ്മിക്കുമ്പോൾ ജലത്തിൻ്റെ ആക്രമണം അതിനുണ്ടാകാതെ, മൃഗങ്ങളുടെ അതുപോലെ ക്രൂര ജന്തുക്കളുടെ വിഷമമൊന്നും ഉണ്ടാകാതെ അതിനെയൊക്കെ ഞാൻ പരിഹരിച്ചോളാം എന്ന് വരുണൻ പറയുമ്പോൾ ഭഗവാൻ അത് അംഗീകരിക്കുകയും എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുണ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം കാണിച്ചു തരാൻ വരുണനോട് പറയുമ്പോൾ, സമുദ്രത്തിൻ്റെ പശ്ചിമ തീരത്ത് അത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് രാക്ഷസ വംശം താമസിക്കുന്നുണ്ട്, ചിത്രദ്യുമ കുലദേശം. ആ ദേശത്ത് വസിക്കുന്ന വളരെ ദുഷ്ടരായിട്ടുള്ള രാക്ഷസരുടെ ആ ശല്യം കൊണ്ട് അവിടെ മനുഷ്യജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവിടേക്ക് അമ്പയക്കൂ എന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുന്ന ആ ശരം അവിടെ ലക്ഷക്കണക്കിന് ദുഷ്ടരായ രാക്ഷസ വർഗങ്ങളെയെല്ലാം നിഗ്രഹിച്ച ശേഷം അത് അവിടെ അഗ്നിബാധ ചൊരിഞ്ഞതിന് ശേഷം ആ അസ്ത്രം രാമതൂണീരത്തിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാമസേതുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. എല്ലാ സുഗ്രീവനും തൻ്റെ സ്ഥാനങ്ങൾ മറന്ന്, കിഷ്കിന്ധ രാജ്യത്തെ രാജാവെന്നുള്ള സ്ഥാനം മറന്ന് വിഭീഷണനും അതുപോലെ തന്നെ സുഗ്രീവനും ജാമ്പവാനും എല്ലാവരും, ജാമ്പവാൻ തൻ്റെ പ്രായവും ഒക്കെ പരിഗണിക്കാതെ ഈ സേതുബന്ധനത്തിൽ, അതുപോലെ രാജാവായ യുവരാജാവായ അംഗദൻ, ഇവരെല്ലാവരും ഒന്നു ചേർന്ന് ഒരേ മനസ്സോടുകൂടി രാമസേതു ആ സേതു നിർമ്മാണത്തിന് വേണ്ടിയുള്ള പാറകളും മലകളും ഒക്കെ കുത്തി കൊണ്ടുവന്ന് അവിടെ സേതു നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ പാറകളെന്ന് പറയുന്നത് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ പോലെയുള്ള പാറകളാണ്. അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള പാറകളാണെന്നാണ് ശാസ്ത്രം ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്. അതങ്ങനെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹനുമാനും ജാമ്പവാനും അംഗദനും നീലനും ഗവാക്ഷൻ അങ്ങനെ തുടങ്ങിയ ധാരാളം നളൻ, അങ്ങനെ നളനെയും നീലനെയുമാണ് വരുണ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഈ സേതുബന്ധനത്തിന്റെ പണി ഏൽപ്പിക്കുന്നത്. നളൻ എന്ന് പറയുന്ന ആള് ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകനാണ്. അപ്പോൾ ആ വിശ്വകർമാവിന്റെ മുഴുവൻ സിദ്ധിയിൽ ലഭിച്ച ആളാണ് നളൻ. ഈ വാനര സൈന്യത്തിലെ എല്ലാവരും, വാനര സൈന്യ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും, ഇപ്പം ഹനുമാൻ സ്വാമി വായു ഭഗവാന്റെ മകൻ, അതുപോലെ ഓരോരുത്തരും ദേവാംശജാതരാണ്, ദേവന്മാരാണ് വാനരന്മാരായി വന്നവിടെ പിറന്നത്. അപ്പോൾ അവർക്കെല്ലാം അപാര സിദ്ധിയും ശക്തിയും ബുദ്ധിയും ഒക്കെയാണ്.
അപ്പോൾ ഒരു വാനരരായി എന്ന് ആ വാനരരുടെ ഒരു ഗുണവും അവർക്കുണ്ട്. അപാരമായിട്ടുള്ള ഒരു വാനരശക്തിയും അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അഗ്നിദേവന്റെ മകനാണ് നീലൻ. അപ്പോൾ അഗ്നിയുടെ മകനായ നീലനും വിശ്വകർമാവിന്റെ മകനായ നളനും കൂടിയാണ് ഈ സേതുവിന്റെ പണിക്ക് വരുണഭഗവാനും ശ്രീരാമചന്ദ്രനും ഏർപ്പെടുത്തിയത്. അപ്പോൾ അവർ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പാറകളും പർവ്വതങ്ങളും ഒക്കെ പൊട്ടിച്ച് വളരെ വേഗം ആ പണി ഇങ്ങനെ പൂർത്തീകരിക്കുവാൻ അവർക്ക് വളരെ കഴിയും. അപ്പോൾ അഗ്നിയുടെ സമീപത്തേക്ക് ജലം വരികയില്ല. അപ്പോൾ ജലം മാറി നിന്ന് കൊടുക്കുവാൻ വേണ്ടിയാണ് അഗ്നിയുടെ മകനായ നീലനെ നളന്റെ സഹായിയായി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, നമുക്ക് ഇവിടെ നീ സേതു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവിടെ ഒരു പൂജ നടത്തി ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. അന്നേരം നമ്മളുടെ കാര്യമെല്ലാം വിജയിച്ച് നമ്മൾ വിജയികളായി തിരിച്ചു വരൂ. അതിനുവേണ്ടി ഇവിടെ ഭഗവാന്റെ ഒരു സ്ഥാനം നിർമ്മിക്കണം. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ പ്രതിഷ്ഠാ മണ്ഡപം നടൻ ചെയ്തു കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത് ഒറ്റ ദിവസം കൊണ്ട് പ്രതിഷ്ഠാ മണ്ഡപം തീർക്കുന്നു. ആ മണ്ഡപത്തിൽ കൃത്യസമയത്ത് ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി ശിവലിംഗത്തിന് വേണ്ടി കൈലാസത്തിലേക്ക് ഹനുമാൻ സ്വാമിയെ വിടുന്നു. ഹനുമാൻ സ്വാമി അവിടെ നിന്ന് അതുപോലെ ഗംഗാജലം എത്തിക്കുന്നു. അങ്ങനെ ആ ജലത്തിൽ പരിശുദ്ധമായ ജലം ഉപയോഗിച്ച് സ്നാനം അവിടെ ശുദ്ധി ചെയ്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ആ പ്രതിഷ്ഠയുടെ ശുഭമുഹൂർത്തത്തിൽ തന്നെ ഹനുമാൻ സ്വാമി വരാൻ വൈകിയപ്പോൾ രാമചന്ദ്ര പ്രഭു മനസ്സുകൊണ്ട് ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ തന്നിലേക്ക് ആവഹിച്ച് പ്രാർത്ഥിച്ച് ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പരമേശ്വരന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തി ആ ഗംഗാജലത്തിൽ സ്നാനം ശുദ്ധി ചെയ്തുകൊണ്ട് അവിടെ ശ്രീ പരമേശ്വരനെ മനസ്സാ സ്ഥാപിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം സ്വയംഭൂവായി ഇങ്ങനെ പൊന്തി വന്നു. അതാണ് ആ ശിവലിംഗമാണ് അവിടെ ഇരിക്കുന്നത്, രാമേശ്വരൻ. അപ്പോൾ ഭഗവാൻ സമുദ്രത്തിൽ നിന്ന് ജലം എടുത്ത് ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ആ സാന്നിധ്യം അവിടെ പൂർണ്ണമായി ഉണ്ടായി. ഈ ലോകമുള്ള കാലത്തോളവും ഇവിടെ രാമേശ്വരനെ വന്ന് കാണുകയും ഇവിടെ സ്നാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ജന്മമുക്തി വരും. ഈ രാമേശ്വരത്ത് വരികയും പിന്നീട് കാശി വിശ്വനാഥനെ പോയി കാണുകയും അവിടെ നിന്ന് ഗംഗാജലം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അഭിഷേകം ചെയ്ത് വീണ്ടും ഇവിടെ സ്നാനം ചെയ്ത് ഭഗവാനെ പൂജിക്കുന്നവർക്ക് ജന്മാന്തര പാപങ്ങൾ നശിച്ച് പുണ്യമായിട്ടുള്ള ആ സാക്ഷാൽ ശിവചൈതന്യത്തിൽ ലയിക്കുവാൻ സാധ്യമാകുമെന്ന് ശ്രീരാമചന്ദ്രൻ വിളംബരം ചെയ്യുന്നു. അപ്പോൾ ഈ കർമ്മം ചെയ്തതിന് ശേഷമാണ് ഹനുമാൻ സ്വാമി ശിവലിംഗവുമായി വരുന്നത്. അപ്പോൾ ഹനുമാന് വളരെ വിഷമമായി. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു ഹനുമാനോട്, ഇതിൻ്റെ കിഴക്ക് ദിക്കിൽ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടത്തിൻ്റെ അവിടെ ഉള്ള ആ ഭാഗത്ത് ഈ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കുവാനും അവിടെ നിന്ന് ആ ഭഗവാനെ അവിടെ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ അകത്തേക്ക് വന്ന് പ്രധാനമായി രാമേശ്വരനെ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ എന്ന് ഭഗവാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമി അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം സേതുവിൻ്റെ നിർമ്മാണം ഗംഭീരമായി നടക്കുന്നു. എല്ലാവരും ഏറ്റവും ചെറിയ വാനരന്മാർ മുതൽ ഏറ്റവും പ്രായമുള്ള ജാമ്പവാൻ വരെയും ആ കർമ്മങ്ങൾ ഓടി നടന്ന് ചെയ്ത് വളരെ ആഘോഷപൂർവ്വം അവരത് സന്തോഷത്തോടെ ചെയ്യുകയാണ്. ഒരു ഉത്സവത്തിൻ്റെ ഒരു ആത്മീയമായ ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ട് ശ്രീരാമചന്ദ്രന്റെ കണ്ണ് നിറയുകയാണ്. തനിക്ക് വേണ്ടി തൻ്റെ ദേവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഓരോരുത്തരും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവർത്തികൾ, വലിയ വലിയ പർവ്വതങ്ങൾ കുത്തിപ്പൊളിച്ച് വലിയ പാറകൾ വലിയ വലിയ ശക്തരായിട്ടുള്ള വാനരന്മാർ കൊണ്ടുവരുന്നു. ആ പാറകൾ ഇങ്ങനെ നീലനും നളനും കൂടി അത് ക്രമീകരിച്ച് വളരെ വേഗം ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒന്നാമത്തെ ദിവസം 14 യോജന പൂർത്തിയാക്കി. ഒരു യോജന എന്ന് വെച്ചാൽ ഏകദേശം 15-16 കിലോമീറ്ററാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അങ്ങനെ 14 യോജന ആദ്യ ദിവസം, രണ്ടാമത്തെ ദിവസം 20 യോജന, അങ്ങനെ ഓരോന്നും ഇങ്ങനെ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഈ ജാമ്പവാൻ ഇങ്ങനെ വലിയ പാറയൊക്കെ ചുമന്നുകൊണ്ടുവരുന്ന കണ്ടപ്പോൾ അങ്ങ് ഇത്രയും പ്രായമുള്ള ആളല്ലേ, ഇത് ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, അങ്ങക്ക് അതിനുള്ള ഒരാരോഗ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ള ഈ പ്രയത്നത്തിൽ ഞാൻ വളരെ ഒരു യുവാവായി മാറിയിരിക്കുന്നു. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ഇതിന്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് അങ്ങയോടൊപ്പം എനിക്കും ലങ്കയിലെത്തി ദേവിയെ വീണ്ടെടുക്കുന്ന എല്ലാ കാഴ്ചകളും എനിക്കും കാണണം എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ജാമ്പവാന്റെ ആ സ്നേഹത്തെക്കുറിച്ച്, തന്നോടുള്ള ഭക്തിയെക്കുറിച്ച് ഓർത്ത് കണ്ണുനീർ വാർക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹനുമാൻ സ്വാമി വരുമ്പോൾ ഒരു വലിയ പർവ്വതം ചുമന്നു കൊണ്ടുവന്ന് പൊട്ടിച്ച് അത് പല പാറകളാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞ് ജലത്തിലേക്ക് ചാടുകയും വീണ്ടും മണലിൽ കിടന്നുരുളുകയും ആ മണൽ കൊണ്ടുവന്ന് ഈ പാറയുടെ മണ്ടയിൽ കുടയുകയൊക്കെ ചെയ്യുമ്പോൾ ഹനുമാൻ സ്വാമി ചോദിക്കും, ഇത് നിനക്ക് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് വല്ല ആപത്തും സംഭവിക്കും. നീ എന്താണ് ഈ ചെറിയ കാര്യമൊക്കെ, ഇത് ചെറിയ ജീവിയെ നീ ചെയ്യേണ്ടതാണോ, നീ മാറൂ, നിനക്ക് വല്ല ആപത്തും സംഭവിക്കൂ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഹനുമാൻ സ്വാമി ചെയ്യുന്ന വലിയ കാര്യങ്ങളും ഈ അണ്ണാൻ ചെയ്യുന്ന അതിന്റെ സേവനവും എല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്ന രാമകാര്യാർത്ഥമായ സേവനങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്ന് തന്നെയായിട്ട് എനിക്ക് കാണാൻ കഴിയൂ. അതിന്റെ ശക്തിക്കൊത്ത് ചെയ്യുന്നു. ഹനുമാന്റെ ശക്തിയും കഴിവും അനുസരിച്ച് വലിയ പാറകൾ കൊണ്ടുവരുന്നു. എന്നിട്ട് അദ്ദേഹം വാത്സല്യത്തോടെ ഈ അണ്ണാനെ എടുത്തിട്ട് മടിയിൽ വെച്ച് തലോടുമ്പോഴാണ് അണ്ണാന്റെ ദേഹത്ത് ആ 3 വരകൾ ഉണ്ടായി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നൊരു ചൊല്ലു പോലും അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 5 ദിവസം കൊണ്ട് ആ രാമസേതു നിർമ്മാണം പൂർത്തിയായി. 100 യോജന നീളം 10 യോജന വീതിയിലാണ് അത് പൂർത്തീകരിച്ചത്. ഒന്നാമത്തെ ദിവസം 14 യോജന, രണ്ടാമത്തെ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 21 യോജന, നാലാമത്തെ ദിവസം 22 യോജന, അങ്ങനെ 5-ാമത്തെ ദിവസം വന്നപ്പോൾ 23 യോജന. ഇത് 5 ദിവസത്തെയും കൂടെ കൂട്ടുമ്പോൾ 100 യോജന പൂർത്തീകരിച്ചു. അപ്പോൾ അങ്ങനെ ഇനിയും ആ രാമസേതുവിലൂടെ എല്ലാവരും ആഘോഷമായി ലങ്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ കഴുത്തിലേറി ശ്രീരാമചന്ദ്രൻ, അംഗദന്റെ കഴുത്തിൽ ലക്ഷ്മണകുമാരൻ, ശ്രീരാമസ്വാമിയുടെ തൊട്ടരികിലായി സുഗ്രീവൻ, വിഭീഷണന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരാണ് മൈന്ദനും വിവദനും, അതുപോലെ നളൻ, നീലൻ, യുവരാജാവായ അംഗദന്റെ തോളിലേറി ലക്ഷ്മണൻ, അതുപോലെ ശ്വേതൻ, ശരഭൻ, ആഞ്ജനേയൻ, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു മഹാസൈന്യം, അത് 63 കോടി സൈന്യമാണ്. ഈ വാനര സൈന്യമാണ് ഉണ്ടായിരുന്നത്, 63 കോടി വാനര സൈന്യം. ആ സൈന്യം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ലങ്കാധിപൻ തന്റെ ഗോപുരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇരുന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഒരു സമുദ്രം ഇങ്ങനെ വരുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഒരു സമുദ്രം ഇങ്ങനെ ഒഴുകി ഒഴുകി തന്റെ ലങ്കയെ ലക്ഷ്യമാക്കി വരുന്നു എന്ന് തോന്നി. അപ്പോൾ ആ ത്രികുടാചലത്തിന്റെ ഏറ്റവും മുകളിൽ ഉള്ള ആ പർവ്വതത്തിലാണ് ലങ്കാ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം കണ്ട കാഴ്ചയാണ് ഒരു സമുദ്രം തന്റെ അരികിലേക്ക് ഒഴുകി വരുന്നത് പോലെ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ശുഗനെ ഭഗവാൻ അഴിച്ചുവിട്ടു. ശുഗൻ ചെന്ന് രാവണന്റെ സന്നിധിയിൽ വിവരങ്ങൾ പറയുന്നു. രാവണൻ ശുഗനെ കാണുമ്പോൾ ചോദിക്കുന്നു, എന്താണ് നിനക്ക് ഇത്രയും വൈകിയത്, എന്താണ് നിന്റെ മുഖത്ത് ഒക്കെ ഇങ്ങനെ ഒരു പാടുകളും ഒക്കെ, നിന്നെ വല്ലവരും ഉപദ്രവിച്ചോ, എന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നെ വാനര സേനകളെല്ലാം ഉപദ്രവിച്ചു, എന്നെ കൊല്ലാൻ വന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ ഞാൻ അറവ് പറഞ്ഞു, അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അദ്ദേഹമാണ് എന്നെ ദൂതനെ വധിക്കരുത്, വധ്യനല്ല ദൂതൻ എന്ന് പറഞ്ഞ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ അവിടെ ഉള്ള ഓരോ കാര്യങ്ങളും, കണ്ട കാര്യങ്ങൾ ഓരോന്നും പറയുകയാണ്. അവർ വെറും വാനരന്മാരല്ല മഹാരാജൻ, അത് ഈ ശുഗൻ എന്ന് പറയുന്നത് രാവണന്റെ ഒരു ബന്ധുവായ ഒരു അമ്മാവനാണ്. അപ്പോൾ രാവണനോട് വളരെ ഭവ്യതയോട് പറയുന്നു, അവരാരും വെറും വാനരന്മാരോ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വെറും സാധാരണ മനുഷ്യരോ അല്ല.
അപ്പോൾ ആ വാനരന്മാരെല്ലാം വളരെ ശക്തന്മാരും ദേവാംശജാതരുമാണ്, ദേവന്മാരാണെന്ന് തോന്നുന്നു. ഈ രാമനും ലക്ഷ്മണനും സത്യത്തിൽ മുമ്പ് എല്ലാവരും വിഭീഷണനും കുംഭകർണനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. ലക്ഷ്മണകുമാരൻ അനന്തശയ്യായ ആ ആദിനാരായണന്റെ ആ ശയ്യാതലത്തിൽ കിടക്കുന്ന ആ അനന്തന്റെ അവതാരം തന്നെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ അവർ അത്രയും പ്രബലന്മാരാണ്. കേവലം 5 ദിവസം കൊണ്ടാണ് 100 യോജന ഇത്രയും വിശാലമായ ക്രൂരമൃഗങ്ങളൊക്കെയുള്ള ആ സമുദ്രം അവർ അതിനെ കടന്ന് അവിടെ ചിറകെട്ടി സമുദ്രത്തിന് മുകളിലൂടെ ചിറകെട്ടി ഇവിടെ എത്തിയത്. അപ്പോൾ അവർ നിസ്സാരക്കാരല്ല. അപ്പോൾ സീതാദേവിയെ അദ്ദേഹത്തിന് തിരികെ കൊണ്ടു കൊടുത്താൽ നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്ന സന്ദേശം, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിട്ടിരിക്കുന്ന സന്ദേശം, ഒന്നുകിൽ സീതാദേവിയെ എത്രയും വേഗം എൻ്റെ മുന്നിൽ എത്തിക്കുക, അല്ലെങ്കിൽ എത്രയും വേഗം യുദ്ധത്തിന് തയ്യാറാവൂ എന്നാണ്. ഇത് രണ്ടായാലും എനിക്ക് തുല്യമെന്നാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ശുകൻ വന്ന് പറയുകയാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, യുദ്ധം ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ശുകൻ വന്ന് നമ്മുടെ രാവണനോട് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രാവണൻ പറയുന്നു, ഒരു ഭൃത്യനായിട്ടിരുന്ന നീ എന്നെ, ആചാര്യനെ പോലെ നീ എന്നെ ഉപദേശിക്കാൻ വരുന്നോ? നിന്നോട് ഉപദേശം ഞാനൊന്നും ചോദിച്ചില്ല, നീ എൻ്റെ സന്ദേശം അവിടെ എത്തിക്കൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ പൂർവ്വകാലങ്ങളിലൊക്കെ എന്നെ സഹായിച്ചത് കൊണ്ട് നിന്നെ ഞാനിപ്പോൾ കൊല്ലുന്നില്ല, എൻ്റെ കൺമുമ്പിൽ നിന്ന് എത്രയും വേഗം നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് വാളുമായി ശുകന്റെ നേരെ ഓങ്ങി ചെല്ലുമ്പോൾ ശുകൻ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ശുകന് ഒരു പൂർവ്വ ചരിത്രമുണ്ട്. ശുകൻ ഒരു ബ്രാഹ്മണനായിരുന്നു, ശുദ്ധ ബ്രാഹ്മണൻ. അദ്ദേഹം വാനപ്രസ്ഥം, അതായത് ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വാനപ്രസ്ഥത്തിന് വേണ്ടി വനത്തിലെത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപശ്ചര്യയും ഉള്ള ഏകാഗ്രതയും ഒക്കെ കണ്ടിട്ട്, അതായത് വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന, അവർക്കെല്ലാം ഭംഗം വരുത്തി അവരുടെ തപസ്സിനെ തടസ്സപ്പെടുത്തി അവർക്ക് ആ ശക്തി ലഭിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന ജോലിയായിരുന്നു ഈ രാക്ഷസവർഗത്തിന്. അങ്ങനെ ഒരു രാക്ഷസൻ ഇത് നിത്യേന കണ്ടുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി, ഇവരുടെ ഈ തപശക്തിയൊക്കെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ രാക്ഷസന്റെ പേരാണ് വജ്രദംഷ്ട്രൻ. അദ്ദേഹം ഈ ശുകനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി, ശുകനെയും ഭാര്യയെയും ചുറ്റിപ്പറ്റി ആ വനത്തിൽ എങ്ങനെ എപ്പോഴാണ് ഇവരെ തകർക്കാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിലാണ് അഗസ്ത്യ മഹർഷി ഈ ശുകന്റെ ആശ്രമത്തിലേക്ക് ഒരു ദിവസം കടന്നു വരുമ്പോൾ അഗസ്ത്യൻ തനിക്ക് വിശക്കുന്നുവെന്നും ഭക്ഷണം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം പോയി സ്നാനം ചെയ്തിട്ട് വരൂ എന്ന് ശുകൻ വളരെ താഴ്മയോടെ പറയുന്നു. അങ്ങനെ സ്നാനാദികൾക്ക് പോയിട്ട് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷി സ്നാനത്തിന് പോകുന്ന സമയത്ത് അല്പം കഴിയുമ്പോൾ അഗസ്ത്യ മഹർഷിയെ പോലെ മറ്റൊരാൾ, അതായത് അഗസ്ത്യൻ തന്നെ വീണ്ടും വന്നിട്ട് പറയുന്നു, ഇന്ന് പൗർണമി ദിവസമാണ്, ഞാൻ മാംസഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലമായി, അതുകൊണ്ട് ഇന്ന് എനിക്ക് മുയലിൻ്റെ ഭക്ഷണം വേണം. അത് ആടിൻ്റെ ഭക്ഷണമെന്നും ചിലയിടത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ ആ മാംസം കൂട്ടിയുള്ള ഒരു കറിയാണ് എനിക്ക് ആഹാരത്തിൻ്റെ കൂടെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്നാനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ ആശ്ചര്യം തോന്നി, അവർക്ക് അത് ചെയ്യാൻ വളരെ മടിയും തോന്നി. അപ്പോൾ എവിടുന്ന് കിട്ടും? അഗസ്ത്യ മഹർഷി വന്ന് ആവശ്യപ്പെട്ടതല്ലേ, എവിടുന്നാണ് ഇത് മാംസമൊക്കെ ഇനി കണ്ടുപിടിക്കാൻ കഴിയുക എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഈ ശുകന്റെ ഭാര്യയുടെ രൂപത്തിൽ ഈ വജ്രദംഷ്ടൻ തന്നെ പെട്ടെന്ന് മാറുകയും അയാൾ എവിടെ നിന്നോ മാംസം കൊണ്ടുവന്നിട്ട് ഈ ഭർത്താവായ ശുകനോട് പറയുന്നു, എനിക്ക് ദേ ആശ്രമ പരിസരത്ത് നിന്ന് മുയലിനെ കിട്ടി, മാംസം കിട്ടി, ഞാൻ വേഗം തന്നെ കൂട്ടാൻ വെച്ച് കറി വെച്ച് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അതൊരു മനുഷ്യ മാംസം എവിടെ നിന്നോ ഈ രാക്ഷസം കൊണ്ടുവന്നതായിരുന്നു. അത് കൂട്ടാൻ വെച്ച് ഈ അഗസ്ത്യ മഹർഷി സ്നാനം കഴിഞ്ഞ് കഴിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലയിൽ അത് വിളമ്പി കൊടുക്കുമ്പോൾ അഗസ്ത്യന് മനസ്സിലായി ഇത് മനുഷ്യ മാംസമാണെന്ന്. ആ വിളമ്പുന്നതുമൊക്കെ ഈ വജ്രദംഷൻ തന്നെ ശുകന്റെ ഭാര്യയുടെ രൂപത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ ശപിക്കും,
മനുഷ്യ മാംസമാണ് എനിക്ക് വിളമ്പിയത്. അപ്പോൾ നീ ഒരു മനുഷ്യനെ ഭക്ഷിച്ച് ജീവിക്കുന്ന രാക്ഷസ വംശത്തിൽ നീ ചെന്ന് പിറക്കട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശാപം കേട്ടപ്പോൾ ശുഗ മഹർഷി ഉടനെ ചോദിക്കും, അയ്യോ അങ്ങ് എന്താണ് ഇങ്ങനെ എന്നെ ശപിക്കുന്നത്? അങ്ങക്ക് എന്തു പറ്റി? അങ്ങ് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് വന്ന് ഈ മാംസക്കറി എനിക്ക് വേണം ആഹാരത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞത്, എന്നിട്ടത് ഞങ്ങൾ ഉണ്ടാക്കി തിന്നപ്പോൾ അങ്ങ് ശപിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ശുഗനോട് അഗസ്ത്യ മഹർഷി ചോദിക്കും, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ ഈ വിവരം ഇങ്ങനെ അങ്ങ് തന്നെയല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അഗസ്ത്യ മഹർഷി ധ്യാനനിരതനായി ഇരിക്കുമ്പോൾ ഈ വജ്രദംഷ്ട്രൻ്റെ ക്രൂരമായിട്ടുള്ള മായാപ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അഗസ്ത്യന് പശ്ചാത്താപം തോന്നി ശുഗനെ ശപിച്ചതിൽ. പക്ഷേ ബ്രഹ്മർഷികളുടെ ശാപം ഏൽക്കാതെ പോകാൻ തരമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, അങ്ങയുടെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കരുതുക. ഒപ്പം അങ്ങക്ക് ഞാൻ ശാപമോക്ഷം തരുന്നുണ്ട്. ലങ്കാധിപൻ ത്രേതായുഗത്തിൽ ലങ്കാധിപനായ രാവണൻ്റെ ഭൃത്യനായി ബന്ധുവായി അങ്ങ് അവതരിക്കും, അങ്ങ് ജനിക്കും. അപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷണാർത്ഥമായി ലങ്കയിലേക്ക് വരുമ്പോൾ അവിടെ ദൂതനായി ഈ രാവണ രാക്ഷസൻ അങ്ങേ വിടും. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിക്കുകയും ചെയ്യും, സാക്ഷാൽ ശ്രീനാരായണനെ. അതിനുശേഷം അങ്ങയ്ക്ക് അങ്ങ് വീണ്ടും തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് പോയി വീണ്ടും തനിക്ക് വാനപ്രസ്ഥത്തിലൂടെ ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ ലയിക്കുവാനുള്ള പരമമായ മോക്ഷഗതിയും ലഭിക്കും എന്ന് പറഞ്ഞു വിടുന്നു. ഇവിടെ ശുഗൻ അതുപോലെ തന്നെ സംഭവിക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണാണ് രക്ഷിക്കണേ എന്ന് ഒരു അഭയം പ്രാപിച്ചത്. അതിനുശേഷം ശുഗന് തൻ്റെ ആ പഴയ ജീവിതത്തെക്കുറിച്ച്, ആ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മ വരികയും അദ്ദേഹം ജീവിച്ചിരുന്ന വനത്തിലേക്ക് പോയി അവിടെ തപസ് ബാക്കിയുള്ള കാലം അനുഷ്ഠിച്ച് പൂർണ്ണമായ കൈവല്യപദം പ്രാപിക്കുകയും ചെയ്യുകയാണ്. അതാണ് ശുഗന്റെ പൂർവ്വവൃത്താന്തം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് മാല്യവാന്റെ വാക്യമാണ്. മാല്യവാൻ എന്ന് പറയുന്നത് കൈകസിയുടെ മാതാവാണ്. കൈകസി രാവണന്റെ മാതാവ്. അപ്പോൾ മാല്യവാൻ എടുത്ത് വളർത്തിയതാണ് കൈകസിയെ. എന്നാലും സ്വന്തം മകളായി തന്നെ വളർത്തിയതാണ്. അപ്പോൾ രാവണന്റെ അമ്മയുടെ അച്ഛൻ, മുത്തശ്ശനാണ് മാല്യവാൻ. അപ്പോൾ ഈ രാവണൻ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ലങ്കാ രാജ്യത്തേക്ക് വാനര സൈന്യങ്ങളും ശ്രീരാമചന്ദ്ര പ്രഭുവും എല്ലാവരും കടന്നു വന്ന വിവരവും ആകെ യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷവും അറിഞ്ഞുകൊണ്ടാണ് മാല്യവാൻ രാവണനെ ഒന്ന് ഉപദേശിക്കുവാൻ വേണ്ടി വന്നതാണ്, തൻ്റെ കടമ നിർവഹിക്കുവാൻ. താൻ മുത്തശ്ശനല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് രാവണൻ ഒരു ആക്ഷേപം സംഭവിച്ചിട്ടിരിക്കുകയാണ്. രാവണൻ ഈ സമുദ്രം പോലെ പരന്ന ആ വാനര സൈന്യത്തെ തൻ്റെ മണിമന്ദിരത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനത്തിരുന്ന് ഇങ്ങനെ കാണുകയാണ്, മണിമഞ്ചത്തിലിരുന്നു കൊണ്ട്. അപ്പോൾ 10 തലയിലും സ്വർണവും വൈര്യങ്ങളും ഒക്കെ പിടിപ്പിച്ച കിരീടങ്ങളും ഒക്കെ വെച്ച് രാജകീയമായ മുത്തുക്കുടയും അലങ്കാരങ്ങളുടെയൊക്കെ അകമ്പടിയോടെ ഇങ്ങനെ ഇരുന്ന് വീക്ഷിക്കുകയാണ് സേവകന്മാരോടും മന്ത്രിമാരോടും ഒപ്പം. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കുംഭകർണൻ പറയുന്നുണ്ട്, ഓരോരുത്തരെക്കുറിച്ചും വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് രാവണനാണെന്നും രാവണന്റെ അരികിൽ നിൽക്കുന്നത് മേഘനാഥനാണെന്നും അങ്ങനെ ഓരോ വിശേഷങ്ങളും അവരുടെ പ്രാധാന്യം, അവർക്ക് കിട്ടിയിരിക്കുന്ന വരബലങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാവണനെ അന്നേരമാണ് മുഖാമുഖം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സുഗ്രീവനും ഒക്കെ കാണുന്നത്. അപ്പോൾ ആ സീതാദേവിയെ ആരുമില്ലാത്ത നേരത്ത് പിടിച്ചുകൊണ്ടുപോയ മഹാക്രൂരനായ ഇവൻ ഇങ്ങനെ രാജകീയ പ്രൗഢിയിലിരിക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവന് വളരെ കൂടുതൽ ദേഷ്യം തോന്നുകയും അപാരമായ വർദ്ധിച്ച ക്രോധത്തോടുകൂടി അദ്ദേഹം ഒറ്റ കുതിപ്പിന് ഈ രാവണന്റെ കരങ്ങളിൽ ചവിട്ടിക്കൊണ്ട് അവന്റെ ഓരോ തലയിലും ആഞ്ഞ് ചവിട്ടി ആ തലയിലിരുന്ന കിരീടങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുകയും ശക്തമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. ഓർക്കാപ്പുറത്ത് സംഭവിച്ച ആ പ്രഹരത്തിൽ രാവണൻ ചരിഞ്ഞു വീണുകയും ഇളിഭ്യനായി പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും തന്റെ നാണക്കേട് മറയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം തന്റെ ചന്ദ്രഹാസം എന്ന വാൾ ഉറയിൽ നിന്ന് ഊരുന്ന അവസരത്തിൽ തന്നെ അടുത്ത നിമിഷം ഒരൊറ്റ കുതിപ്പിന് തന്നെ അദ്ദേഹം
സുഗ്രീവൻ വീണ്ടും ശ്രീരാമ സന്നിധിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, അങ്ങ് ഇത് ചെയ്തത് വളരെ ഉചിതമല്ല സുഗ്രീവ എന്ന് പറയുന്നു. കാരണം രാജധർമ്മപ്രകാരം അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി നമ്മളോട് യുദ്ധം വിളംബരം ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഒരു ത്രിലോകങ്ങളെയും അടക്കി ഭരിക്കാൻ ശക്തിയുള്ള ശ്രേഷ്ഠനായ ഒരു രാജാവാണ്, ചക്രവർത്തിയാണ്, ലങ്കാധിപനാണ് രാവണൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിലൊക്കെ ചവിട്ടി കയറി തലയിലേക്ക് ചവിട്ടി ആ കിരീടമൊക്കെ തെറിപ്പിച്ചതൊന്നും ധർമ്മത്തിന് യുക്തമല്ല. ശത്രുവാണെങ്കിലും ധർമ്മത്തോടുകൂടിയേ ശത്രുവിനോടും പെരുമാറാൻ പാടുള്ളൂ. അങ്ങ് രാജധർമ്മം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അങ്ങക്ക് പറഞ്ഞതാണ്. അങ്ങ് കിഷ്കിന്ധയിലെ രാജാവാണല്ലോ. അപ്പോൾ ധർമ്മം അനുസരിച്ച് വേണം ഒരു രാജാവ് യുദ്ധത്തിനായാലും ശത്രുവിനോടായാലും ഇടപെടേണ്ടത്. അതുകൊണ്ട് അങ്ങക്ക് എൻ്റെ വാക്കുകളിലൊന്നും ഒരു വിഷമവും തോന്നരുതെന്ന് പറയുമ്പോൾ സുഗ്രീവൻ രാമനെ എന്നോട് ക്ഷമിക്കൂ, ഞാൻ എനിക്ക് വന്ന കോപം കൊണ്ട് ഞാനങ്ങ് ചെയ്തു പോയതാണ്. ഒരു വാനരന്റെ ഗുണം എപ്പോഴും കാണിക്കുമല്ലോ, പെട്ടെന്ന് അവിവേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രൻ അതിനെ സാന്ത്വനിപ്പിക്കുന്നു. അപ്പോൾ രാമചന്ദ്രന്റെ ധർമ്മബോധമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ശത്രുവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയും ശക്തമായ പ്രതികാര വാഞ്ചയാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത്. രാമൻ തന്നെ ചാടിച്ചെന്ന് അവനെ കൊല്ലുകയാണ് സത്യത്തിൽ ആ പ്രതികാര വാഞ്ചയുടെ മൂർധന്യത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ തൻ്റെ കൂടിരുന്ന ഒരാൾ അങ്ങനെ ആ ശത്രുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോലും ശ്രീരാമചന്ദ്രൻ അത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ധർമ്മത്തിന്റെ ഒരു മൂർത്തിമൽ ഭാവമാണ്. ശ്രീരാമചന്ദ്രൻ എന്ന വാക്കിന്റെ പര്യായം ധർമ്മമെന്നാണ്. ധർമ്മം ഒരു രൂപം എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നീതിബോധവും ധർമ്മബോധവുമാണ് രാവണനോട് പോലും തന്റെ ലക്ഷ്യം രാവണനാണ്. എന്നിട്ടും ആ രാവണനോടും ധർമ്മത്തോടു കൂടി മാത്രം യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അവിടേക്ക് ദൂതനയക്കണം. നമ്മൾ യുദ്ധത്തിന് വന്നതാണെന്ന് രാവണൻ അറിയാം, രാവണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് രാവണനും അറിയാം. പക്ഷേ എന്നാലും യുദ്ധത്തിന്റെ മുന്നോടിയായി ദൂതനെ അയക്കുന്ന ആ ഒരു ധർമ്മബോധം ഉണ്ട്. അതുകൊണ്ട് കിഷ്കിന്ധയുമായി ബന്ധം സഖ്യമുള്ള ആളാണല്ലോ രാവണൻ. അതുകൊണ്ട് കിഷ്കിന്ധയുടെ അടുത്ത യുവരാജാവായ അംഗദനെ തന്നെയാണ് അദ്ദേഹം ദൂതിനു വേണ്ടി അവിടോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ സീതാദേവിയെ എത്രയും വേഗം തിരികെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക എന്നുള്ള ആ കാര്യമാണ് ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ അംഗദൻ അതവിടെ ചെന്ന് ശ്രീരാമ സമക്ഷം രാവണ സമക്ഷം അത് അവതരിപ്പിക്കുമ്പോൾ ഇത് കേട്ടിട്ട് രാവണൻ ഇപ്പോൾ തന്നെ ഇവനെ പിടിച്ചു കിട്ടൂ, ഇവനെ കൊന്നുകളയൂ എന്ന് പറയുമ്പോൾ അംഗദനെ കൂടെ നിന്ന സൈനികർ 4 പേർ ചേർന്ന് പിടിച്ചു കെട്ടുമ്പോൾ അംഗദൻ ഇവിടെ നിന്നു കൊടുക്കുന്നു. എന്നാൽ അവരുടെ പിടിയിൽ നിന്ന് കുതിച്ചു ചാടി മണിമന്ദിരത്തിന്റെ ഏറ്റവും ഉന്നതമായ ശൃംഗങ്ങളിലേക്ക് ചാടിയ അംഗദന്റെ ആ ശക്തി കൊണ്ട് ഈ സൈനികർ തെറിച്ചു പോവുകയും ആ മന്ദിരമെല്ലാം തകർന്നടിഞ്ഞു പോവുകയും ചെയ്തു. അത് കണ്ടിട്ട് നിസ്സഹായനായി രാവണൻ ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് അംഗദൻ രാമസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ മാല്യവാൻ വന്ന കാര്യമാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. മാല്യവാൻ രാവണന്റെ മുത്തശ്ശൻ. അപ്പോൾ രാവണനോട് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ധാരാളം ഇവിടെ ലങ്കയുടെ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാം തിക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. മഴ പെയ്യുന്നത് തന്നെ അഗ്നിയും ചോരയുമാണ് മഴയായിട്ട് ഭൂമിയിലേക്ക് വീഴുന്നത്. ചുവന്ന മഴയെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ കാലദോഷത്തിന്റെയും പ്രകൃതി വിരുദ്ധതയുടെയും അന്ത്യകാലത്തിന്റെ സൂചനയൊക്കെ ആയിട്ടാണ് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തിന് നാശം വരാൻ പോകുന്നു എങ്കിൽ, പ്രകൃതി നമ്മോട് വിപരീതമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങനെ പല ദുശകുനങ്ങളും കാണിക്കും. ലങ്കയിൽ മുഴുവൻ ദുശകുനങ്ങളാണ് കാണുന്നത്. എലി പൂച്ചയെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ കീരികൾ പാമ്പിനെയും ഉപദ്രവിക്കുന്നു, അതുപോലെ പാമ്പ് കീരിയെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ജീവികൾ വലിയ ജീവികളെ ഉപദ്രവിക്കുന്ന രംഗം കാണുന്നു. അതുപോലെ തന്നെ ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ലങ്കയിലുള്ളത്. ആ ദേവിയൊക്കെ ദംഷ്ട്രകൾ, ഭദ്രകാളിയുടെ ഉഗ്രരൂപമായ ദുർഗകൾ ദംഷ്ട്രകൾ കാട്ടി അട്ടഹസിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ദേവിയുടെ അട്ടഹാസങ്ങൾ കേൾക്കുന്നു.
എല്ലായിടവും ഘോരമായ ഇടിനാദവും പ്രകൃതിക്ക് വലിയ മാറ്റവും സംഭവിക്കുന്നു. ഇതൊന്നും നീ കാണുന്നില്ലേ രാവണ? നീ എൻ്റെ മകളുടെ മൂത്ത മകനല്ലേ? നീയല്ലേ ഈ വംശം നിലനിർത്തേണ്ടത്? ധാരാളം കന്യകമാരുടെയും പാതിവൃത്യശീലം അനുഷ്ഠിക്കുന്ന പതിവ്രതാരത്നങ്ങളുടെയും അവരുടെ മനസ്സിന്റെ ആ തപ്തമായിട്ടുള്ള ആ നിശ്വാസങ്ങളിൽ ലങ്കയെയും ഈ രാജ്യത്തെയും മുഴുവൻ ദഹിപ്പിക്കുവാൻ പോരുന്നതാണ്. അവരുടെ എല്ലാം ആ വേദനകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലങ്കയുടെ നല്ല കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനിയുള്ളത് ദുരിതകാലമാണ്. അത് കാരണം ഈ ചെയ്യുന്ന തെറ്റ് വളരെ വലുതാണ്. ശ്രീരാമന് സീതാദേവിയെ കൊണ്ടുകൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറി സമാധാനമായിട്ട് നമ്മുടെ വംശം നിലനിർത്തി രാജ്യം ഭരിക്കുക എന്ന് മാല്യവാൻ ഉപദേശിക്കുമ്പോൾ മാല്യവാന്റെ ഉപദേശം കേട്ടിട്ട് രാവണന് വളരെ ദേഷ്യവും ബുദ്ധിമുട്ടും ഉണ്ടാവുമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ച് മുത്തശ്ശൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട, ലങ്കയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അങ്ങ് സമാധാനമായി പോയി കിടന്നുറങ്ങൂ എന്ന് പരിഹാസ രൂപേണ പറഞ്ഞു. അപ്പോൾ മാല്യവാൻ പറയുന്നു, വിധിയെ തടുക്കുവാൻ ആർക്കും കഴിയില്ല, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് അദ്ദേഹം മന്ത്രിച്ചുകൊണ്ട് രാവണന്റെ സഭയിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തോടെ 27-ാം ദിവസത്തെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരെയും ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.